അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അപ്പോൾ സിറാത്തുൽ മുസ്തഖീമിൽ ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏതാണ് സിറാത്തുൽ മുസ്തഖീം? അതാണ് അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. സിറാത്ത്, ആ വഴി, അല്ലദീൻ, അതെങ്ങനെയുള്ളതാകുന്നു? അൻഅംത അലൈഹിം, നീ അനുഗ്രഹം വർഷിച്ചവർ, അവരുടെ മാർഗം. അലൈഹിം, അവരുടെ മേൽ. അൻഅംത, നീ അനുഗ്രഹം വർഷിച്ചു. നീ അനുഗ്രഹം വർഷിച്ച ആളുകൾ, അവരുടെ ത്വരീഖ്, അവരുടെ സിറാത്ത്, ആ മാർഗത്തിൽ ചേർക്കണേ. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ടവരുടെ സിറാത്തിലാണ് നമുക്ക് പ്രവേശിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുൻമാതൃകയുണ്ട്. ഒരു മുൻമാതൃകയില്ലാത്ത വഴിയിൽ പ്രവേശിക്കാനല്ല പറയുന്നത്. ആ വഴിയിലൂടെ മുമ്പ് സഞ്ചരിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ സഞ്ചരിച്ചവരുടെ പിറകെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഒരു മുൻമാതൃക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരെ പോലെ ആകാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരാരാണ്? വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പം നമ്മുടെ മുന്നിലുള്ള മാതൃക, അള്ളാഹു തൃപ്തിപ്പെട്ട, അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിച്ച ആളുകൾ. ഒന്ന് നബിമാർ, രണ്ട് സിദ്ദീഖുകൾ, മൂന്ന് ശുഹദാക്കൾ, നാല് സാലിഹീങ്ങൾ. ഇവരുടെ വഴിയിൽ സഞ്ചരിപ്പിക്കണേ, ആ വഴിയിലേക്ക് ചേർക്കണേ, അവർക്ക് ഹിദായത്തു നൽകിയതുപോലെ ഹിദായത്തു നൽകണേ എന്നതാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നബിമാർ 1,24,000 നബിമാരെ അള്ളാഹു നിയോഗിച്ചു. 314 റസൂലുമാർ കടന്നു വന്നു. അതിൽ തന്നെ 5 റസൂലുമാർ, അവരുടെ സ്ഥാനം വളരെ അധികമാണ്. എല്ലാ നബിമാർക്കും സ്ഥാനമുണ്ട്. അതിൽ 5 പേരെ പ്രത്യേകം തെരഞ്ഞെടുത്തു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പേരിൽ 2 പേർ ഖലീലുമാരാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ ഖലീലുമാർ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ നബിമാരുടെ, റസൂലുമാരുടെ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരുടെ, അള്ളാഹുവിൻ്റെ ഖലീലുമാരുടെ മാർഗത്തിൽ ചേർക്കണേ എന്നതാണ് നമ്മളൊന്ന് പറയുന്നത്. ഒന്നാമതായി പറയുന്നത്. 2 സിദ്ദീഖുമാർ. ഓരോ നബിമാർക്കും സിദ്ദീഖുകളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ദീഖാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ, റസൂലുള്ളാഹിയുടെ ഖലീഫ. അല്ലേ, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരിക്കൽ ഉഹദ് പർവ്വതത്തിൻ്റെ മുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഉഹദ് പർവ്വതം പ്രകമ്പനം കൊണ്ടു. റസൂലുള്ളാഹി പറഞ്ഞു, ഉഹദേ, നീയൊന്ന് അടങ്ങ്, ശാന്തമാക്. നിന്റെ മുകളിലുള്ളത് ഒരു നബിയാണ്, മറ്റൊന്ന് സിദ്ദീഖാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സിദ്ദീഖ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യബ്നത സിദ്ദീഖ്, അങ്ങനെയല്ല സിദ്ദീഖിൻ്റെ മകളെ. അപ്പോൾ സിദ്ദീഖ് എന്ന സ്ഥാനം, ശുഹദാക്കളെക്കാൾ മഹത്വമാണ് സിദ്ദീഖ് എന്ന സ്ഥാനത്തിന്. ഒരു ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ രക്തത്തുള്ളി ഭൂമിയിലേക്ക് ഇറ്റിവിടുന്നതോടുകൂടെ അവരുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടു. വലിയ ഫളലുകളാണ് ശുഹദാക്കൾക്ക് അവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ സ്ഥാനം സിദ്ദീഖീങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ മറിയം അലൈഹിസ്സലാം സിദ്ദീഖയാണ്. വ ഉമ്മുഹു സിദ്ദീഖ, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. ഇപ്പം നബിമാരുടെ മാർഗത്തിൽ, സിദ്ദീഖീങ്ങളുടെ മാർഗത്തിൽ, ശുഹദാക്കളുടെ മാർഗത്തിൽ
സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ. ഒരുപാട് സ്വാലിഹീങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. അവരെയാണ് നമ്മൾ മാതൃകയാക്കുന്നത്. അവരുടെ മാർഗത്തിൽ ചേരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജുലുൻ സാലിഹ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇബ്നു ഉമർ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അതിൽപ്പെട്ട വ്യക്തിയാണ്. മുത്തബിഉ സുന്നഹ്, സുന്നത്തിനെ ധാരാളമായി പിൻപറ്റിയ മഹാനായ സ്വഹാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ചെറിയ കുട്ടിയാണ്, ചെറിയ പ്രായമാണ്, യുവാവാണ്, കുട്ടിയല്ല, യൗവനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി റസൂലുള്ളാഹി റജുലുൻ സാലിഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാലിഹ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് അസ്ഹുമ. ആരാണ് അസ്ഹുമ? റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലെ നജ്ജാശി. അബസീനിയ ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്കാണ് നജ്ജാശി എന്ന് പറയുക. ഈജിപ്ത് ഭരിച്ച എല്ലാ ഭരണാധികാരികളും ഫിർഔനാണ്. അതിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഫിർഔനിന് പ്രത്യേകമായ പേരുണ്ടായിരിക്കും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ അന്ന് അബസീനിയ ഭരിച്ചിരുന്ന നജ്ജാശിയാണ് അസ്ഹുമ. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടേതല്ലാത്ത ഒരു നാട്ടിൽ ഒരു സ്വാലിഹായ ഒരു വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു. ഒരു സ്വാലിഹായ വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. അത് അസ്ഹുമയാണ്, നജ്ജാശിയാണ്. മുസ്ലിമീങ്ങൾക്ക് സംരക്ഷണമേകിയ, മുസ്ലിമീങ്ങളെ സ്വീകരിച്ച, പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഫൈറൂസ് അദ്ദൈലമി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വന്ന കള്ളപ്രവാചകനാണ്. അസ്വദുൽ അനസി, മുസൈലിമത്തുൽ കദ്ദാബ്, ലോകാവസാനം വരെ കദ്ദാബ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് മുസൈലിമ. അസ്വദുൽ അനസി പ്രവാചകത്വം വാദിച്ചു. അയാളുടെ ഫിത്ന യമന് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അസ്വദുൽ അനസിയെ വധിച്ചത് ഫൈറൂസ് അദ്ദൈലമിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സ്വാലിഹായ മനുഷ്യൻ അസ്വദുൽ അനസിയെ വധിച്ചിരിക്കുന്നു. വേറെയും ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി സ്വാലിഹ് എന്ന് വിശേഷിപ്പിച്ച ആളുകളുടെ പേര് നമ്മൾ പറഞ്ഞു. വേറെയും ഹദീസുകളിൽ വേറെയും ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവരൊക്കെ ഔലിയാക്കളാണ്, സഹാബികൾ, സഹാബിമാർ, നമ്മുടെ മുന്നേ സഞ്ചരിച്ച നമ്മുടെ മുൻഗാമികൾ സ്വാലിഹീങ്ങളാണ്. നമ്മൾ ഉഹദ് മലയോളം ചിലവഴിച്ചു. സഹാബികൾ അവര് ഒരു മുദ്ദ്, കയ്യിലെ ഒരു കോരൽ, അതാണ് അവർ നൽകിയത്. നമ്മൾ ഉഹദ് മലയോളം സ്വർണമാണ് കൊടുത്തത്. അവരെന്തുമായിക്കൊള്ളട്ടെ, ഒരു ധാന്യം, ഗോതമ്പ്, ബാർലി, ഈത്തപ്പഴം, ഒരു മുദ്ദിൽ അവരെന്തെങ്കിലും ദാനം ചെയ്താൽ ആ ഒരു മുദ്ദിനോളം നമ്മളുടെ ഉഹദ് മലയോളമുള്ള സ്വർണ്ണ നാണയങ്ങൾ എത്തുകയില്ല. അതാണ് അവരുടെ പ്രത്യേകത. ഈ ഉമ്മത്തിന് സുരക്ഷയാണവർ. നമ്മളെക്കാൾ എല്ലാ അർത്ഥത്തിലും നന്മയിൽ മുൻകടന്ന സ്വഹാബികൾ, അവരുടെ മാർഗം. അപ്പോൾ അതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നബിമാരുടെ മാർഗത്തിൽ, നബിമാരുടെ മാർഗം എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ത്യാഗം സഹിച്ചവരാണ്. ഇവരാരും ത്യാഗം സഹിക്കാതെ ഈ ഒരു സ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. സ്വാലിഹീങ്ങളാകട്ടെ, ശുഹദാക്കളാകട്ടെ, അമ്പിയാക്കളാകട്ടെ, അവരൊക്കെ ദീനിൻ്റെ വഴിയിൽ ത്യാഗം സഹിച്ചവരാണ്, പ്രയാസങ്ങൾ സഹിച്ചവരാണ്, ക്ഷമയോടെ നിലകൊണ്ടവരാണ്. നമ്മൾ ക്ഷമിക്കാതെ, ത്യാഗം സഹിക്കാതെ, പ്രയാസങ്ങളേൽക്കാതെ, വിയർപ്പ് പൊടിയാതെ അവരുടെ ദർജയിലേക്ക് എത്താൻ, അവരുടെ വഴിയിൽ നിൽക്കാൻ നമുക്കും കഴിയുകയില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാർഗത്തിൽ നിൽക്കാനുള്ള പ്രാർത്ഥനയുണ്ടാകണം, പരിശ്രമങ്ങളുണ്ടാകണം. അള്ളാഹു മരണം വരെ ഈ ഒരു ഹക്കിൻ്റെ പാതയിൽ നിലകൊള്ളാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.